CPIM സമ്മേളനം കഴിയുമ്പോൾ പിറ്റേ ദിവസം പത്രം രൂക്ഷമായ വിമർശനം, ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം. ഇവർക്ക് മനസ്സിലായിട്ടില്ല ഈ സമ്മേളനം ചേരുന്നത് തന്നെ ഈ വിമർശനം നടത്താനാണെന്ന്. വിമർശനവും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം. അതിലൂടെയാണ് ഈ പാർട്ടി കടഞ്ഞെടുത്ത് സംശുദ്ധമായ ഒരു പ്രസ്ഥാനമായി, ബഹുജന പ്രസ്ഥാനമായി വളരുന്നത്. ഈ പാർട്ടിയിലെ ഏത് ഉന്നതനായ നേതാവിൻ്റെയും മുഖത്ത് നോക്കി വിമർശനം നടത്താൻ പാർട്ടി സഖാക്കൾക്ക് അവകാശമുണ്ട്. അതിനുള്ള സന്ദർഭങ്ങൾ പാർട്ടി സമ്മേളനം ഒരുക്കുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ പാർട്ടി സമ്മേളനത്തിൽ വിമർശനം മാത്രമല്ല, സ്വയം വിമർശനമുണ്ട്. അങ്ങനെയാണ് ഈ പാർട്ടി വളർന്നു വരുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വിജയരാഘവൻ നടത്തിയ ഒരു പ്രസംഗം ഇന്നലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എന്തോ വിജയരാഘവൻ അക്രമം പറഞ്ഞു എന്ന നിലയിലൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. CPIMന്റെ നിലപാട് എന്താണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ തിരുവനന്തപുരത്ത് സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. ഞങ്ങളെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിജയരാഘവൻ പ്രസംഗിച്ചത്. എന്താ അദ്ദേഹം പ്രസംഗിച്ചത്? ആ പ്രസംഗത്തിന്റെ രത്നചുരുക്കം എന്താണ് ആ പ്രസംഗം ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം ഞാൻ എൻ്റെ പ്രസംഗത്തിനിടയിൽ വിശദീകരിക്കുന്നുണ്ട്. സഖാക്കളെ, നമ്മുടെ പാർട്ടി ഇന്ത്യ രാജ്യത്തെ കഷ്ടപ്പാടനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മഹത്തായ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. മറ്റ് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പോലുള്ള പാർട്ടിയല്ല ഇത്. ഇന്ത്യയിലെ കൃഷിക്കാർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജനകോടികൾ, 145 കോടിയോളം ജനങ്ങളുണ്ടല്ലോ. എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ? 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇത്രയും വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചത് ദീർഘകാലം കോൺഗ്രസ്. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് 11ാം വർഷത്തിലേക്ക് പ്രവേശിച്ച മോദി സർക്കാർ, BJP സർക്കാർ, അതിനിടയിൽ ചില മുന്നണി സർക്കാരുകൾ, VP സിംഗിന്റെ, ചന്ദ്രശേഖറിന്റെ ചില ഗവൺമെന്റുകൾ, ലോകത്ത് പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം കണക്കാക്കി ഓരോ രാജ്യത്തിനും ഒരു ഗ്രേഡ് നിശ്ചയിക്കാറുണ്ട്. ആഗോള പട്ടിണി സൂചിക എന്നാണ് അതിന്റെ പേര്. 114 രാജ്യങ്ങളുടെ ഒരു കണക്കെടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം 112 105 സ്ഥാനത്താണ്. അത്ര പിറകില. പട്ടിണി കുറഞ്ഞ രാജ്യങ്ങൾ 1, പട്ടിണി ഇല്ലാത്ത രാജ്യങ്ങളുണ്ടേ. നമ്മളെക്കാൾ മുന്നിലാണ് നേപ്പാൾ, പട്ടിണി കുറവാ. ബംഗ്ലാദേശ്, ഇപ്പോൾ യുദ്ധം, ആഭ്യന്തര കലാപം കൊടുമ്പിരിക്കൊള്ളുന്ന ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ കൂടുതൽ പട്ടിണിക്കാരുടെ തോത് ഇന്ത്യയിലുണ്ട്. ഈ രാജ്യത്തെയാണ് വികസിത ഭാരത് എന്നൊക്കെ മോദി വിളിച്ചു പറഞ്ഞു നടക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, എന്തെല്ലാം ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചത്. കോൺഗ്രസിന്റെ കാലത്ത് പാവങ്ങൾക്ക് ഗതിയേകാൻ, ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമാർജനം, എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഈ കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ BJPയുടെയും ഗവൺമെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നതും നടത്തുന്നതുമായ ഭരണം സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇന്ത്യൻ ജനതയിലെ ഏറ്റവും മുകൾത്തട്ടിലുള്ള അതിസമ്പന്നരായ 1% ജനങ്ങൾക്ക്, 99% വേറെ, 1% ജനങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ആകെയുള്ള സമ്പത്തിന്റെ 47% അവരുടെ കൈവശമുള്ളത്. ജനസംഖ്യയുടെ പകുതിയിൽ താഴെ വരുന്ന 50% നമ്മുടെ രാജ്യത്തുള്ള ആകെ സമ്പത്തിന്റെ 4% ഉള്ളൂ. എന്തൊരു സാമ്പത്തിക അസമത്വമാണ്! കോടാനുകോടി രൂപയാണ് ഈ കുത്തക മുതലാളി വർഗം ഓരോ വർഷവും ലാഭമായി, സമ്പത്തായി അടിച്ചു കൂട്ടുന്നത്. ഇപ്പൊ 1ാം സ്ഥാനത്ത് ഗൗതം അദാനി. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അദാനി എന്ന മുതലാളി ഇല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ഈ അദാനി ഈ രൂപത്തിൽ തഴച്ചു വളർന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായ ഗുജറാത്തുകാരനാണ്. ഗുജറാത്തിലാണ് അദ്ദേഹം വ്യവസായം ആരംഭിച്ചത്. 2001 ബീഭത്സമായ ഒരു കലാപം ഗുജറാത്തിൽ നടന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. മോദി മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് എത്രയോ മനുഷ്യരെ കൊന്ന്, മുസ്ലിങ്ങളെ. ആ കലാപത്തിന്റെ ഭാഗമായി മോദിയെ ജനങ്ങൾ വെറുത്തു. എന്തിനേറെ പറയണം, അദ്ദേഹം അമേരിക്ക സന്ദർശിക്കാൻ അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക അനുമതി നിഷേധിച്ചു. അത്രയും വെറുക്കപ്പെട്ട ഒരാളായി. ഗുജറാത്തിലെ സാമൂഹ്യ സംഘടനകളൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടി വേണ്ടെന്ന് വെച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ നാണം കെട്ടു നിൽക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ചെറുകിട വ്യവസായിയായി ഗൗതം അദാനി ഒരു സംഘടന ഉണ്ടാക്കി മോദിക്ക് പരിപാടികൾ സംഘടിപ്പിച്ച് മോദിയെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അന്നത്തെ ആ ദുരന്ത കാലത്ത് നിന്ന് പതുക്കെ വെളിച്ചത്തിലേക്ക് വന്നത്. അതിന് പ്രത്യുപകാരമായി ഈ ഗൗതം അദാനിക്ക് സമ്പത്ത് വാരിക്കൂട്ടാൻ കയ്യച്ച് സഹായിച്ചു മോദി. ഗുജറാത്തിലെ ഒരു വലിയ തുറമുഖം, അതിനോടനുബന്ധിച്ച ഏതാണ്ട് 25,000 ഏക്കർ ഭൂമി ചുരുങ്ങിയ വിലക്ക് അദാനി കമ്പനിക്ക് കൊടുത്തു. കണ്ടില്ല തുറമുഖം. ആ തുറമുഖം വികസിപ്പിച്ചതിന് ശേഷം ആ തുറമുഖത്തോടനുബന്ധിച്ചുള്ള ഭൂമി
വ്യവസായങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ വിലക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചു അദാനി. അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നു വന്ന അദാനി ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദന രംഗത്തെ പ്രമുഖ കമ്പനി, സ്വകാര്യ കമ്പനിയാണ്. വൈദ്യുതി വിതരണത്തിന്റെ പ്രമുഖ കമ്പനിയാണ്. കൽക്കരി ഖനനത്തിന്റെ പ്രധാന കമ്പനിയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കടൽ തീരങ്ങളിൽ, പടിഞ്ഞാറും കിഴക്കും കടലുണ്ടല്ലോ, ഓരോ 500 കിലോമീറ്റർ ദൂരത്തിൽ അദാനിക്ക് തുറമുഖങ്ങളുണ്ട്. 10 വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ 35% ഇപ്പോൾ അദാനിയുടെ നിയന്ത്രണത്തിലാണ്. എന്ത് കിട്ടി ബി ജെ പിക്കാർക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക്? ബി ജെ പിക്കാരിലും പാവപ്പെട്ടവരുണ്ടല്ലോ, RSSൽ പാവപ്പെട്ടവരുണ്ടല്ലോ. എന്ത് കിട്ടി ജനങ്ങൾക്ക്? എന്താണ് ജീവിതസ്ഥിതി? സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരുന്ന ഒരു നാടായി നമ്മൾ മാറി. പാവപ്പെട്ടവൻ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരാകുക, സമ്പന്നന്മാർ വലിയ സമ്പന്നന്മാരാവുക. കർഷകരുടെ സ്ഥിതി എന്താ? വയനാട് ഒരു കർഷക ജില്ലയാണല്ലോ. കേരളത്തിൽ ഏറ്റവും അധികം ആദിവാസി ജനതയുള്ള ജില്ലയും വയനാടായിരിക്കും. പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. കർഷകരുടെ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവും. കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യങ്ങൾ, നെല്ല്, ഗോതമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ന്യായ വില നിശ്ചയിച്ചു കൊടുക്കാത്തതുകൊണ്ട് കച്ചവടക്കാർ അതിൻ്റെ വില ഇടിച്ച് കർഷകർ നഷ്ടത്തിലാവുകയും കൃഷി ഇറക്കാൻ ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ അവരുടെ കൃഷിഭൂമി ജപ്തി ചെയ്യുകയും ചെയ്യുന്ന ദുരിതം വന്നപ്പോൾ 4 ലക്ഷത്തിലധികം കൃഷിക്കാരാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 10-15 കൊല്ലത്തിനുള്ളിൽ. അത്തരം കൃഷിക്കാരൊക്കെ വടക്കേ ഇന്ത്യയിലാണ് കൂടുതൽ. കേരളത്തിൽ കൃഷിഭൂമി കുറവാണല്ലോ. വലിയ നെൽപ്പാടങ്ങൾ, വിശാലമായ ഗോതമ്പ് വയലുകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന വടക്കേ ഇന്ത്യയിലാണ്. തമിഴ്നാട് മുതൽ വടക്കോട്ടൊക്കെ ഉണ്ട്. കർഷകർ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യായവില വേണം. ഗവൺമെന്റ് ഒരു ന്യായവില നിശ്ചയിച്ച് ആ വിലക്ക് ഗവൺമെന്റ് കുറച്ച് സംഭരിക്കണം, ഗവൺമെന്റ് ഏറ്റെടുക്കണം. എങ്കിൽ ഓപ്പൺ മാർക്കറ്റിലെ കച്ചവടക്കാരും അതേ വിലക്ക് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃഷി മുതലാവും, ജീവിച്ചു പോകാം. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത്, UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷന് വെച്ചു. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ എന്നതിന്റെ പേര്. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പഠനം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ പറഞ്ഞു, കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക്, നെല്ല്, ഗോതമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൃഷി ചെലവും അതിൻ്റെ പകുതിയും കൂടി കണക്കാക്കി തറവില നിശ്ചയിക്കണം. മിനിമം സപ്പോർട്ട് പ്രൈസ് MSP. 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 1000 രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ അതിൻ്റെ പകുതി 500 കൂടി ചേർത്ത് 1 ക്വിൻ്റൽ നെല്ലിൻ്റെ വില 1500 നിശ്ചയിക്കുക. അതാണ് തത്വം. ആ വിലക്ക് ഗവൺമെന്റ് ഏറ്റെടുക്കണം കുറച്ച് ധാന്യം, അരിയും ഗോതമ്പും. ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായം ഉണ്ടല്ലോ. അതിൽ ധാന്യം ഏറ്റെടുക്കാനുള്ള സ്ഥാപനമാണ് FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവർക്ക് വലിയ ഗോഡൌണുകളുണ്ട്. ഗവൺമെന്റ് ഈ ധാന്യങ്ങൾ വിളവെടുപ്പ് സമയത്ത് അങ്ങ് ഏറ്റെടുത്താൽ ബാക്കി വരുന്ന സ്വകാര്യ കച്ചവടക്കാർ ആ വിലക്ക് വാങ്ങിക്കോളും. കൃഷിക്കാർക്ക് മുതലാവും, അവർക്ക് കൃഷി തുടരാം. മൻമോഹൻ സിംഗ് നിയോഗിച്ച കമ്മീഷൻ മൻമോഹൻ സിംഗിന്റെ കയ്യിൽ 2014 തെരഞ്ഞെടുപ്പിൽ, മോദി ആദ്യം ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ മോദി വാഗ്ദാനം ചെയ്തു, BJP അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന്. ഇപ്പൊ 10 കൊല്ലമായി ഇതുവരെ നടപ്പാക്കിയില്ല. ഇത്ര വലിയ കർഷക ദ്രോഹം ചെയ്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കർഷകർ ഇപ്പോഴും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ കർഷകരെ ദ്രോഹിക്കുന്ന 3 നിയമങ്ങൾ പാസാക്കി പാർലമെന്റ് 2019. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 3 നിയമങ്ങൾ. എന്താ നിയമത്തിന്റെ ഉള്ളടക്കം അറിയൂ? കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കൃഷിക്കാരുടെ ഭൂമി വൻതോതിൽ ഏറ്റെടുത്ത് നാണ്യവളകൾ കൃഷി ചെയ്ത് കച്ചവടം നടത്താൻ കോർപ്പറേറ്റുകൾക്ക്, വൻകിട കുത്തകകൾക്ക് സൗകര്യം നൽകുന്നതാണ് നിയമം. അത് അദാനിക്ക് വേണ്ടിയാണ്, അംബാനിക്ക് വേണ്ടിയാണ്, അതുപോലുള്ള വൻകിടക്കാർക്ക് വേണ്ടിയാണ്. ചെറുകിട കൃഷിക്കാരൊക്കെ തകർന്നു പോകും. ആ നിയമങ്ങൾക്കെതിരെ ഞാൻ അന്ന് പാർലമെന്റിലുണ്ട്. ഞങ്ങൾ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം നടത്തി. പാർലമെന്റിൽ ബില്ലുകൾ വലിച്ചു കീറിയെറിഞ്ഞു. ഞാൻ രാജ്യസഭയിലായിരുന്നു. രാജ്യസഭയിൽ ശക്തമായ നിലയിൽ പ്രതിപക്ഷം സമരം നടത്തി. പാർലമെന്റിന്റെ ഉള്ളിൽ ഞങ്ങൾ 16 പേരെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത് വരെ പാർലമെന്റ് കോമ്പൗണ്ടിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരുന്നു. ഈ നിയമങ്ങൾക്കെതിരെ കർഷകരുടെ സമരം തുടങ്ങി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ 10,000-കണക്കായ കർഷകർ സമരരംഗത്ത് വന്നു. കൃഷിക്കാർ ഡൽഹി ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു വന്നു ഡൽഹിയിൽ സമരം നടത്താൻ. ഒരു ഭാഗത്ത് UP അതിർത്തിയാണ്, മറ്റൊരു ഭാഗത്ത് ഹരിയാന അതിർത്തിയാണ്. ആ 2 അതിർത്തികളിൽ വലിയ കമ്പി വേലി കെട്ടി പട്ടാളത്തെ നിയോഗിച്ച് സമരക്കാരെ തടഞ്ഞു. ആ സമരക്കാർ പട്ടാളം തടഞ്ഞ അവിടെ തന്നെ ഇരുന്നു. ട്രാക്ടറുകളും മറ്റുമായിട്ട് അവർ വന്ന് ആ ട്രെയിലറുകളിൽ അവർ കഴിഞ്ഞുകൂടി. അവിടെ തന്നെ ഇരുന്നു. ചെറിയ ഷെഡുകൾ കെട്ടി റോട്ടിൽ. അവർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അവർക്ക് കുടിവെള്ള പൈപ്പുകൾ വഴി കിട്ടുന്ന വെള്ളം കിട്ടുന്നത് നിഷേധിച്ചു.
എന്നിട്ട് അവർ എഴുന്നേറ്റ് പോയില്ല, അവിടെ ഇരുന്നു. ഒരു കൊല്ലക്കാലമാണ് കൃഷിക്കാർ സമരം ചെയ്ത്. ആ കർഷക സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷക സംഘം പ്രവർത്തകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ പോയി. അതിർത്തിയിൽ തടഞ്ഞു പോലീസ്. അവിടെ ഇരുന്ന് സമരം ചെയ്ത അനുഭവമുണ്ട്. ഒരു കൊല്ലമായിട്ടും ഇവർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് കുടുങ്ങി. 700ഓളം കർഷകർ ആ സമരസ്ഥലത്ത് മരിച്ചു. ഡൽഹി എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ കൊടും തണുപ്പ. ഇപ്പൊ ഡൽഹിയിൽ 0 ഡിഗ്രിയാ ഊഷ്മാവ്, പുറത്തിറങ്ങാൻ കഴിയില്ല. മെയ് ജൂൺ ജൂലൈ 3-4 മാസം കൊടും ചൂടാണ്, അന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്, നമ്മുടെ നാട്ടിലെ പോലല്ല. ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുറെ കൃഷിക്കാർ മരിച്ചു, എന്നിട്ടും അവർ പിരിഞ്ഞുപോയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ 1 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ആ 3 നിയമങ്ങളും പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളായി പിൻവലിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണിത്. വലിയ വീരശൂര പരാക്രമിയാണ് മോദി എന്നല്ലേ പറയുന്നത്. ആ മോദി നാണം കെട്ട് കർഷക സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കി പിൻവലിച്ചു. കർഷകരുടെ സംഘടനകൾ SKM എന്ന് പറയും, സംയുക്ത കിസാൻ മോർച്ച, 100 ചില്ലാനും സംഘടനകളുടെ ഒരു ഏകോപന സമിതിയാ. അവര് പറഞ്ഞു, പ്രധാനമന്ത്രി പിൻവലിച്ചു എന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല, ഞങ്ങളുമായി ചർച്ച ചെയ്യണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, എങ്കിലേ സമരം അവസാനിപ്പിക്കൂ. കേന്ദ്ര കൃഷിമന്ത്രി നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു, ഒത്തുതീർപ്പുണ്ടാക്കി, നിയമം പിൻവലിച്ചു. ഇനി കർഷക സംഘടനകളോട് ആലോചിച്ചിട്ടേ നിയമം കൊണ്ടുവരൂ. 2, സമര കേന്ദ്രത്തിൽ പോയ കർഷക നഷ്ടപരിഹാരം നൽകും. ഒത്തുതീർപ്പ്. കാർഷിക ബില്ലുകളോടൊപ്പം തന്നെ മറ്റൊരു ബില്ലുണ്ടായിരുന്നു, വൈദ്യുതിവൽക്കരണം, വൈദ്യുതി വിതരണം, വൈദ്യുതി വൈദ്യുതി ഉൽപാദനം. ഇതെല്ലാം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. അതിനൊരു ബില്ലുണ്ടായിരുന്നു പാർലമെന്റിൽ അന്ന്. കർഷകർ ഇന്ത്യയിലെ കൃഷിക്കാർ വൈദ്യുതി ചെലവ്, പമ്പ് സെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ജലസേചനത്തിനുള്ള പമ്പ് സെറ്റുകൾ പ്രവർത്തിക്കുന്നതിനുള്ള ചെലവ് 1 വർഷത്തിൽ 1 ലക്ഷം കോടി രൂപ വർദ്ധിക്കും. ഇത് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കരുത്. മന്ത്രി ഉറപ്പുകൊടുത്തു. കൃഷിക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ആ നിയമം കൊണ്ടുവരൂ. 2ാമത്തെ ഒത്തുതീർപ്പ്. അങ്ങനെയാണ് സമരം അവസാനിച്ച്. പ്രധാനപ്പെട്ട ഒത്തുതീർപ്പുകളാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ സമ്മതിച്ചിട്ട് എഴുതി കൊടുത്തു മന്ത്രി. അതിനുശേഷം സമരം തീർന്ന്. എന്നാൽ 2020 ഈ ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ഇപ്പൊ 5 കൊല്ലമാവാറായി, ഒരു തീരുമാനം നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കിസാൻ മോർച്ച വീണ്ടും സമരത്തിലേക്ക് വന്നത്. അവരിപ്പോ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ തടയുന്നുണ്ട്, പക്ഷെ അവർ സമരം ചെയ്യുന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ട് വരിക. ആ കൂട്ടത്തിൽ നമ്മുടെ കിസാൻ സഭയുമുണ്ട്. കേരളത്തിലെ കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ സംഘടനയാണ് കിസാൻ സഭ, അവരുണ്ട്. സമരത്തിന്റെ കൂട്ടത്തിൽ ട്രേഡ് യൂണിയന്റെ സംയുക്ത സമര സമിതിയുണ്ട്, അവരും കൂട്ടുന്നുണ്ട്. എല്ലാം കൂടി ചേർന്നാണ് ഈ സമരം. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഇത് ജീവത്തായ പ്രശ്നമാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ, പാവപ്പെട്ടവരുടെ. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ? വളരെ അപൂർവം ചില വാർത്തകൾ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ. നമ്മുടെ പാർട്ടിയെ, പാർട്ടി നേതാക്കളെ, മുഖ്യമന്ത്രിയെ തെറി പറയാൻ വേണ്ടി ഒരുങ്ങി കുളിച്ച് കാത്തിരിക്കുന്ന കുറെ വിദ്വാൻമാരെ വെച്ച് നടത്തുന്ന ചർച്ചകൾ പോലെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പതിവുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾക്ക്? നമ്മളെ ചീത്ത പറയാൻ എന്താണ് താല്പര്യം? വയനാട് CPIM-ന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് വിജയരാഘവന്റെ പ്രസംഗത്തെ പറ്റിയാണ് ഇന്ന് ഒരു ചാനലിലെ ചർച്ച. വിജയരാഘവനെ തെറി പറയാൻ, പാർട്ടിയെ തെറി പറയാൻ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചർച്ചകൾ നടത്താൻ ചർച്ചാ ജീവികൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവരൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആർക്കും താല്പര്യമില്ല. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ 5 കോടി മനുഷ്യരാ. അത് സ്ഥിരമായ ജോലിയും സ്ഥിരം മാസം ശമ്പളം കിട്ടുന്ന ആളുകൾ, സർക്കാർ ജീവനക്കാർ, പട്ടാളക്കാർ, പോലീസുകാർ, ഫാക്ടറിയിലെ തൊഴിലാളികൾ എന്നൊക്കെ പറയുന്ന 5 കോടിയോളം ആളുകൾ വരും. ബാക്കിയുള്ളവർ അസംഘടിത പരമ്പരാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, ദിവസക്കൂലിക്കാരാണ്. അവർക്ക് ESI ഇല്ല, അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് ഇല്ല, അവർക്ക് ബോണസ് ഇല്ല, അവർക്ക് ആനുകൂല്യങ്ങളില്ല, അവർക്ക് സ്ഥിരമായി ജോലിയില്ല. ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കൂലി എത്രയാണെന്നറിയോ? റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉന്നത ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു. അവര് പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്ത് അസംഘടിത മേഖലയിലെ കൂലി വേലക്കാർക്ക് ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്നത് കേരളത്തിലാണ്. അവരുടെ കണക്ക് 849 റുപ്യാണ് ഒരു ദിവസത്തെ കൂലി. നമുക്കറിയാം 1100, 1200 റുപ്യ ഒരു ദിവസം കൂലി കിട്ടുമെന്ന് സാധാരണ അൺസ്കിൽഡ് ലേബർക്ക്. അതുകൊണ്ടാണല്ലോ ഈ മോഡിയും BJP-യും കോൺഗ്രസും ഭരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, കുടിയേറ്റ തൊഴിലാളികൾ, നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്നാ വിളിക്കുന്നത്. അവരുടെ നാട്ടിൽ എത്രയാ കൂലി?
മോദിയുടെ ഗുജറാത്തിൽ 130 റുപ്യ, ഉത്തർപ്രദേശിൽ 270 റുപ്യ. കർഷക ഇതാണ് ഇവരെല്ലാം കൂടി ഭരിച്ചിട്ട് ഈ രാജ്യത്തുണ്ടാക്കിയ നേട്ടം. സംഘടിത മേഖലയിൽ ജോലികളുടെ അവകാശം നിയമങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള നിയമം, മിനിമം കൂലി കൊടുക്കുന്ന വ്യവസ്ഥ ചെയ്യുന്ന നിയമം, ബോണസ് കൊടുക്കുന്ന സംബന്ധിച്ച നിയമം, ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ കൂലി നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം. ഇങ്ങനെ കുറെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു രാജ്യത്ത്. അതിൽ 44 പ്രധാനപ്പെട്ട നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് 4 ലേബർ കോഡുകൾ 4 നിയമങ്ങളാക്കി മോദി ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കി. ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നതാണ് ആ നിയമങ്ങൾ. അതിലാദ്യത്തെ നിയമം കോഡ് ഓൺ കൂലി സംബന്ധിച്ച നിയമം എന്ന നിയമം പാർലമെന്റ് പാസാക്കുമ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇടതുപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ, ലോകസഭയിൽ വോട്ടെടുപ്പ് പോലും ഇല്ലാതെ പാസാക്കി. രാജ്യസഭയിൽ ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. എതിർത്ത് വോട്ട് ചെയ്യാൻ 9 പേരാ ഉണ്ടായത്. അന്ന് CPM 5 പേരുണ്ട്, ഒരാൾ CPI ഉണ്ട്, ഒരാൾ ജനതാദളുണ്ട്, ഒരാൾ DMK കാരനും ഒരു സമാജ്വാദി പാർട്ടിക്കാരനും സഭയിൽ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. 9 പേര് എതിർത്തു. നമ്മുടെ കോൺഗ്രസ് ആ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു BJPയോടൊപ്പം. ബാക്കി നിയമങ്ങളും അവർ പാസാക്കി. ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമോ? കേന്ദ്ര പൊതുമേഖലാ കമ്പനികളിൽ പോലും ഒഴിവ് വരുന്ന തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിൽ 4 ലക്ഷം ഒഴിവുകൾ ഉണ്ടായിട്ട് നിയമനം നടത്താതെ കോൺട്രാക്ട് കൊടുത്തിരിക്കുക. ഗവൺമെന്റ് സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ നിയമിക്കുമ്പോൾ ഭരണഘടന അനുസരിച്ച് പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായങ്ങൾ തുടങ്ങിയവർക്ക് സംവരണം കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ട്. സാമൂഹ്യ നീതി, അവർ പിന്നോക്കമാണ് ചരിത്രപരമായ കാരണങ്ങളാൽ. അതുകൊണ്ടാണ് ഈ സംവരണം. കരാർ കൊടുത്താൽ ആര് സംവരണം കൊടുക്കും? കരാറുകാരൻ സംവരണം കൊടുക്കുമോ? സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. അപ്പൊ റെയിൽവേയിൽ 4 ലക്ഷം ജീവനക്കാരെ റെയിൽവേ ബോർഡ് നിയമിക്കുകയാണെങ്കിൽ അതിന്റെ 40% പിന്നോക്ക ജാതികൾക്ക്, പാവപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം കിട്ടും. നഷ്ടപ്പെടുത്തി. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇപ്പോൾ നിയമനമില്ല. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ പോലും നിയമനം നടത്തുന്നില്ല. പൊതുമേഖലാ കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു. അവിടെ ഈ സാമൂഹ്യ നീതി, പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പ്രശ്നമാണോ? കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? BJP ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ജനങ്ങളോട് സംസാരിക്കാനും ഞങ്ങളുടെ ജോലി അതാണ്. തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ, അതിൽ ജനങ്ങളോട് പറയുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദന പദ്ധതികൾ, വലിയ ഉരുക്ക് കമ്പനികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതെല്ലാം ഇന്ന് സ്വകാര്യ മുതലാളിമാർക്ക്, കുത്തക മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുക. ചുളുവിലക്ക് പൊതുമേഖലയെ തകർക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് വാർത്താവിനിമയ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനിയായിരുന്നു BSNL, ടെലിഫോൺ കമ്പനി. നമ്മളൊക്കെ ടെലിഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് ആ കമ്പനിയിൽ നിന്നാ. BSNL തകർത്ത് തരിപ്പണമാക്കി. ആർക്ക് വേണ്ടി? അംബാനി എന്ന മുതലാളിക്ക് വേണ്ടി. അംബാനിയുടെ ജിയോ, ടാറ്റയുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പൂട്ടിപ്പോയി. വലിയ കുത്തക മുതലാളിയാണ് ഭാരതി എന്നൊരു കമ്പനി, അവന്റേതാണ് എയർ. ബിർളയുടെ കമ്പനിയാണ് ഐഡിയ. ഒരു വിദേശ കമ്പനിയാണ് വോഡാഫോൺ. ഐഡിയയും വോഡാഫോണും കൂടി ചേർന്ന് ഒറ്റ കമ്പനിയാക്കി. അതിന്റെ പേരാണ് വോഡാഫോൺ ഐഡിയ. തകർത്തതാരെയാ? പൊതുവുള്ള BSNLനെ. സ്വകാര്യ മേഖലയിൽ ചാർജ് നിശ്ചയിക്കുന്ന മുതലാളിമാരാ. അവർക്ക് എന്ത് വേണേ നിശ്ചയിക്കാം. സർക്കാരിന്റെ ആവുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസം കിട്ടിയിരുന്നു. അതായി ആരുണ്ട് എതിർക്കാൻ? ഈ സ്വകാര്യ മുതലാളിമാരുടെ വൻകിട കമ്പനികൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വ്യവസായം നടത്തുന്നത്. എന്നിട്ട് ആ ലോൺ തിരിച്ചടക്കുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സ്വകാര്യ മുതലാളിമാർ വാങ്ങിയ കോടാനുകോടി റുപ്യയുടെ ലോൺ എഴുതിത്തള്ളാൻ ഒരു നിയമമുണ്ടാക്കി പാർലമെന്റിൽ മോദി ഗവൺമെന്റ്. ആ നിയമത്തിന്റെ പേരാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 14,27,000 കോടി റുപ്യ നമ്മുടെ ബാങ്കുകൾ എഴുതിത്തള്ളി. ദേശസാൽകൃത ബാങ്കുകളിലെ പണം BJP നേതാക്കന്മാരുടെ പണമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാ എഴുതിത്തള്ളി കൊടുത്തു. ബാങ്കുകൾ അതിന് പറയുന്നത് ഹെയർ കട്ട് എന്നാണ്. അവരുടെ ബാങ്കിലെ റെക്കോർഡിൽ കടം, പലിശ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് മുടി മുറിക്കുന്നത് പോലെ വെട്ടിക്കൊടുക്കുക. ആർക്ക് വേണ്ടിയാണ് മോദി ഭരണം? ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നടന്നത്.
ഈ നയങ്ങൾക്കെതിരായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോലി. ഞങ്ങൾ അതാ ചെയ്യുന്നത്. കൃഷിക്കാരെ സംഘടിപ്പിക്കുക, തൊഴിലാളികളെ സംഘടിപ്പിക്കുക, യുവജനങ്ങളെ സംഘടിപ്പിക്കുക, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക, സ്ത്രീകളെ സംഘടിപ്പിക്കുക, അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് മനുഷ്യരായി ജീവിക്കാനുള്ളവരുടെ അവകാശത്തിന് വേണ്ടി സമരങ്ങൾ നടത്തുക. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, തൊഴിലാളി കർഷക ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നു വന്നത്. ഇന്ത്യയിൽ കേരളത്തോട് ഉപമിക്കാവുന്ന ഒരു സംസ്ഥാനം വേറെയില്ല. ഈ മാറ്റമുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. മാധ്യമങ്ങൾ ചർച്ചാ വേദികളിലിട്ട് ചവിട്ടി അരക്കുന്ന ഈ പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ 1956 കേരളം രൂപം കൊണ്ട് 57 വന്ന ആദ്യത്തെ ഗവൺമെന്റ് മുതൽ നടപ്പാക്കിയ നാടുവാഴിത്ത ജന്മിത്ത ബന്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ തൊട്ടാണ് ഈ കേരളത്തിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ഇങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചിടത്തുണ്ടോ? ജന്മിത്തമായിരുന്നു ഇവിടെ. നാടുവാഴിത്തം, ഭൂമിയുടെ ഒക്കെ ഉടമസ്ഥന്മാർ നാടുവാഴികളും ജന്മികളുമായിരുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ കടലിൽ ചെന്ന് വീണ ഇടം വരെ കടല് പുറകോട്ട് മാറി കര വീണ്ടെടുത്ത് ആ കര മുഴുവൻ ബ്രഹ്മഹത്യക്ക് പ്രായശ്ചിത്തമായി പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് ഐതിഹ്യം. ബ്രാഹ്മണ മേധാവിത്വം അന്ന് ആ ഭൂമി അവര് സ്വന്തം കൈവശം വെക്കുന്നത് ബ്രഹ്മസ്വം, ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്തത് ദേവസ്വം, പിന്നെ ബാക്കി കുറെ ഭൂമി കുടിയായ്മകളായി പാട്ടം, കാണം തുടങ്ങിയ അവകാശങ്ങളായി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള വലിയ നാടുവാഴി പ്രഭുക്കളുടെ കീഴിൽ പുഴുക്കളെ പോലെ പണിയെടുത്ത് ജീവിക്കുന്നവരായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളികളും പാവപ്പെട്ട മനുഷ്യരും. അന്നത്തെ കൃഷിപ്പണിയല്ലാതെ ഒരു ജോലി ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അന്നത്തെ ജീവിത സാഹചര്യം? വയനാട്ടുകാർക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പഴയ ആളുകൾക്ക് സ്വന്തമായി ഭൂമിയില്ലാതെ പാട്ടഭൂമിയിൽ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ. പാട്ടബാക്കി എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു കേരളത്തിൽ. പാട്ട കുടിശ്ശിക വന്നതിന്റെ പേരിൽ ഭൂമി ഒഴിപ്പിക്കുന്ന ദയനീയമായ ചിത്രമായിരുന്നു ആ നാടകം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന പാട്ടുപാടി കർഷകർ നടത്തിയ സമരത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? അന്നും കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി പരിഹസിച്ചു. ഇവനൊക്കെ ഇപ്പൊ വരും, ഇവനൊക്കെ ഇപ്പൊ ഭൂമിയായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷെ ആ ജന്മിത്വത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകാർ പോരാടി, കർഷക പ്രസ്ഥാനം പോരാടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടു വന്ന 57 തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ 6ാമത്തെ ദിവസം EMS പ്രഖ്യാപിച്ചു, ഓർഡിനൻസ് കൊണ്ടുവന്നു. ഒരു കുടികിടപ്പുകാരനെയും ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്. കേരളത്തെ മാറ്റിമറിച്ച ചരിത്ര പ്രധാനമായ നിയമമാണത്. അവനവൻ കുടിൽ വെച്ച് കെട്ടി താമസിക്കുന്ന ജന്മിയുടേതാണെന്ന് ജന്മി അവകാശപ്പെടുന്ന ആ ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കാൻ ഒരു മനുഷ്യൻ അവകാശം കൊടുത്ത നടപടിയാണ്. നമുക്കെല്ലാം തൻ്റെതായ ഒരു ഇടം, അതിന്റെ ഭാഗമായ തൻ്റെ ഇടം, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവകാശം കിട്ടിത്തുടങ്ങിയത്. ചങ്ങമ്പുഴയുടെ വാഴക്കൊല തൊട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ദുരന്തങ്ങൾ ചിത്രീകരിക്കുന്ന പാട്ടുകളും കവിതകളും നാടകങ്ങളും എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്. അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ പരിഹസിക്കുന്നു അല്ലേ ഈ പാർട്ടിയെ? സമ്മേളനം ചേരുമ്പോൾ വിമർശനം നടത്തുന്നു എന്ന് പരിഹസിക്കുന്നു അല്ലേ? നമ്മളെ നമ്മളാക്കിയത്, മനുഷ്യരാക്കിയത്, തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ അവകാശമുള്ളവരാക്കിയത് ഈ പാർട്ടിയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ കേരളത്തിലെ ഒരു മഹാനായ ചരിത്ര പുരുഷനുണ്ട്, മഹാത്മാ അയ്യങ്കാളി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ മുമ്പാണ് അദ്ദേഹം ഒരു വലിയ സമരം നടത്തിയത്. അന്ന് സ്കൂൾ എന്ന് പറഞ്ഞാൽ നാടുവാഴികൾ നടത്തുന്ന സ്കൂളാണ്. വളരെ അപൂർവം ചിലയിടത്തെ സ്കൂൾ ഉണ്ടാവുള്ളൂ. ഇന്നത്തേതുപോലെ നാടുവാഴി സ്കൂളില്ല. അയ്യങ്കാളിയുടെ നാട്ടിലൊരു സ്കൂളുണ്ട്, പ്രമാണി നടത്തുന്ന സ്കൂളാണ്. അയ്യങ്കാളിയുടെ വീടിനടുത്തുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, അന്ന് പട്ടികജാതിയൊന്നുമില്ല, ഭരണഘടനയില്ല, ഭരണഘടനയിലെ പട്ടികയാണ് ഈ പട്ടികജാതി എന്ന് പറഞ്ഞത്. ഒരു പാവപ്പെട്ട കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കാൻ പഞ്ചമി എന്ന പേരുള്ള കുട്ടിയുടെ കയ്യും പിടിച്ച് അയ്യങ്കാളിയെ സ്കൂളിൽ ചെന്നു. ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്കൂളിന്റെ മാനേജർ പറഞ്ഞു, ഇവറ്റകളെ പഠിപ്പിക്കാനുള്ള എല്ലാ എന്റെ സ്കൂൾ. അന്ന് എയ്ഡഡ് സ്കൂൾ, സർക്കാർ സ്കൂൾ ഒന്നുമില്ല, ഈ നാടുവാഴികളുടെ സ്കൂളാ. ഇവറ്റകളെ പഠിപ്പിക്കാനുള്ളതല്ല എന്റെ സ്കൂൾ, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ വയലിൽ കൃഷിപ്പണി ചെയ്യാൻ ഞങ്ങളും തയ്യാറല്ല. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1 വർഷമാണ് വയലുകൾ തരിശായി കിടന്നത്. ആ കേരളത്തിൽ സാർവത്രികവും സൗജന്യവുമായ പൊതുവിദ്യാഭ്യാസ പരിപാടിക്ക് തുടക്കം കുറിച്ചത് EMS ഗവൺമെന്റാണ്. സർക്കാർ സ്കൂളുകൾ തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് ഈ കേരളം ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലെ ഭരണത്തിൽ വരാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലാത്ത ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഹരിയാനയിലോ മഹാരാഷ്ട്രയിലോ ജനങ്ങൾക്ക് ഈ നേട്ടം നേടാൻ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും
അജ്ഞതയുടെ അന്ധകാരത്തിലാണ്. അനാചാരങ്ങൾ, ഉച്ചനീചത്വങ്ങൾ, അയിത്തം, അടിമ ഉടമ ബന്ധത്തിന് സമാനമായ ജീവിത സാഹചര്യം അതിൽ കിടന്നു കിടക്കുക. നമ്മൾ എത്ര ഭാഗ്യവാന്മാർ! നമ്മൾ എത്രമാത്രമാണ് ഉയർന്നത്! നമ്മൾ എത്രമാത്രമാണ് വികസിച്ചത്! ഇതിനൊക്കെ ഉത്തരവാദി കമ്മ്യൂണിസ്റ്റുകാരാണ്. കഴിവിലേറുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച കയ്യൂരിലെ സഖാക്കൾ, അപ്പവും അബൂബക്കറും കുഞ്ഞമ്മു നായരും ഉൾപ്പെടെ 4 സഖാക്കൾ സ്വാതന്ത്ര്യത്തിന് മുമ്പാ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. അവരെ കാണാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി വന്നിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അവരെ കണ്ടപ്പോ പാർട്ടി നേതാക്കന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. പക്ഷെ അവർ സന്ദർശനത്തിന് വന്ന നേതാക്കന്മാരെ ആശ്വസിപ്പിച്ചു വിട്ടു. അത്ര ധീരന്മാരായിരുന്നു. ഇതുപോലുള്ള അനേകായിരം സഖാക്കളുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ്, അവരുടെ ആരോഗ്യം തകരത്തക്ക വിധത്തിലുള്ള മർദ്ദനമേറ്റിട്ടാണ് ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയതെന്ന് ഒരു നിമിഷ നേരത്തേക്ക് പോലും മറന്നുപോരുത്. ഈ അനുഭവങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ. ഈ മാറ്റം രാജ്യത്താകെ കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. കൃഷിക്കാരെ, തൊഴിലാളികളെ, പാവപ്പെട്ടവരെ, വിവിധ ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് പോകുന്നത്. ഞങ്ങൾ ഒഴുക്കിനെതിരായിട്ടാണ് നീങ്ങുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനമൊക്കെ നല്ല സൗകര്യമാണ്. സമ്പന്ന വർഗത്തിന്റെ പണവും വാങ്ങി അവരുടെ സഹായത്തോടു കൂടി ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്തിക്കൊടുത്താൽ മതി. ഞങ്ങൾ ഒഴുക്കിനെതിരാണ്. ഈ കുത്തക മുതലാളി വർഗത്തിനും നാടുവാഴി വർഗത്തിനും ഭരണവർഗത്തിനും എതിരായിട്ടുള്ള സമരം നടത്തുകയാണ്. ഈ മുതലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങൾ, മുതലാളി വർഗത്തിന്റെ പിന്തുണയോടെ നടത്തുന്ന ഭരണകൂടം, അവരുടെ പോലീസ്, പട്ടാളം മുഴുവൻ നമ്മുടെ വർഗത്തെ അടിച്ചമർത്താൻ മാത്രം ശ്രമിക്കുന്നവരാ. നമ്മളെ വളർന്നു വരാൻ അവരൊരു അനുവദിക്കില്ല. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നത്തെ ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ, ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, വിലക്കയറ്റം, ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നിരന്തരമായ സമരം. രണ്ടാമത്തേത് ഈ രാജ്യത്തെ ഐക്യത്തോടെ നിലനിർത്താനുള്ള പ്രക്ഷോഭണങ്ങളാണ്. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യാനന്തരം നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങൾ ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇതൊക്കെയാണ് അതിന്റെ പ്രധാന തത്വങ്ങൾ. ഇതിലൊക്കെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താ? മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേ പൗരന്മാരായി കാണുക. അതാണ് മതനിരപേക്ഷത. ഭരണകൂടത്തിനൊരു മതം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന, വ്യത്യസ്ത ജാതികളിൽ വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളെയും പൗരന്മാരെന്ന നിലയിൽ ഒരേ നിലയിൽ കാണുക. അവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുക. വിശ്വാസമൊക്കെ മനുഷ്യന്റെ സ്വന്തം കാര്യം. ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം. ഇതിനൊക്കെ തകർക്കുകയാണ് ഇപ്പോൾ. കോൺഗ്രസിന്റെ ഭരണകാലത്തും മതനിരപേക്ഷതയ്ക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. BJP അങ്ങനെയല്ല, കടുത്ത വർഗീയ പാർട്ടിയാണ്. RSS ആണ് BJPക്ക് നേതൃത്വം കൊടുക്കുന്നത്. RSS എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനാണ് അവരുടെ ശ്രമം. 1925 RSS രൂപം കൊണ്ട്. RSS ആണ് മഹാത്മജിയെ വെടിവെച്ചു വന്നത്. RSS നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് കയ്യും കണക്കൂല. വടക്കേ ഇന്ത്യയിൽ ഉടനീളം അത്തരം കലാപങ്ങൾ അധികം നടക്കാത്ത സംസ്ഥാനമാണ് കേരളം. ഇവിടെ തലശ്ശേരി കലാപം, മാറാട് കലാപം, തിരുവനന്തപുരത്ത് ചാലാക്കമ്പോളത്തിലുണ്ടായ ഒരു കലാപം, ഇതുപോലുള്ള അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോഴാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കും. അങ്ങനെയുള്ള ഒരു കലാപവും നടന്നിട്ടില്ല, നടക്കാൻ അനുവദിക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഉണ്ടായത്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. കാൺപൂർ കലാപം, ഭീവണ്ടി കലാപം, ഗുജറാത്ത് കലാപം, എന്തെല്ലാം നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 1925 രൂപം കൊണ്ട് RSSന്റെ 100ാം വാർഷികമാണ് 2025. ഈ 2025 ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. അതിനുള്ള കളമൊരുക്കുകയായിരുന്നു അവർ. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് നമ്മുടെ ഭരണഘടനയെ മാറ്റി ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ഭൂരിപക്ഷം കിട്ടാതെ പോയി. ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്നായിരുന്നു BJPയുടെ മുദ്രാവാക്യം. എന്നാൽ ഭൂരിപക്ഷത്തിന് സീറ്റ് കിട്ടില്ല. ആകെ കിട്ടിയത് 240 സീറ്റാണ്. 277 സീറ്റ് വേണം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ. 543 നമ്മുടെ മൊത്തം അംഗസംഖ്യ ലോക്സഭയിൽ. ഭരണം നടത്താൻ, ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഘടക കക്ഷികളുടെ പിന്തുണ ആവശ്യമായി വന്നു. 2014 മോദി വരുമ്പോൾ ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് BJPക്ക്. 2019 വീണ്ടും ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് BJPക്ക്.
24 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിൽ BJPക്ക് തോൽവിയുണ്ടായി. ബംഗാളിൽ നിന്ന് കാര്യമായ സീറ്റൊന്നും കിട്ടിയില്ല. ഉത്തർപ്രദേശിൽ വലിയ തോതിൽ സമാജ്വാദി പാർട്ടി സീറ്റ് നേടി, BJPയുടെ സീറ്റ് കുറഞ്ഞു. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു. അതുപോലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു. ഡൽഹിയിൽ പഞ്ചാബിലാണ് കൂടുതൽ സീറ്റ് ആം ആദ്മി പാർട്ടി നേടിയത്. തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഇവിടെ ഒന്നും BJP അല്ല ജയിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, പ്രാദേശിക പാർട്ടികളാണ്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, ആം ആദ്മി പാർട്ടി, DMK ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് BJPക്ക് കനത്ത തിരിച്ചടി കൊടുത്തത്. അവസാനം ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം എന്ന പാർട്ടിയും ബീഹാറിലെ യുണൈറ്റഡ് ജനതാദൾ എന്ന പാർട്ടിയും കൂടി പിന്തുണച്ചാലേ അവർക്ക് ഭൂരിപക്ഷമുള്ളൂ എന്ന അവസ്ഥയിലെത്തി. അങ്ങനെയാണ് ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയാത്തത്. ഇപ്പൊ ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. എങ്ങോട്ടായി ഇവർ പോകുന്നത്? ഒരു രാജ്യം, ഒരു മതം, ഒരു പ്രധാനമന്ത്രി, ആ നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക. അതിന് സഹായകരമാകുന്ന വിധത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പുതിയ ആശയം ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു ബില്ല് തയ്യാറാക്കി. അത് തയ്യാറാക്കാൻ മുൻ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ ശുപാർശ വന്നു. അങ്ങനെയാണ് ബില്ല് പാർലമെന്റിൽ വന്നത്. പക്ഷെ ഭരണഘടനാ ഭേദഗതി പാസ്സാവണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. മാത്രമല്ല 7 സംസ്ഥാന അസംബ്ലികളെങ്കിലും ആ ബില്ല് അംഗീകരിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ 2/3 ഭൂരിപക്ഷം എല്ലാവർക്ക്. അത് മനസ്സിലായപ്പോൾ ബില്ല് വോട്ടിനിടാതെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടാൻ വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് തൽക്കാലം തടി രക്ഷപ്പെടുത്തി. പക്ഷെ അവരുടെ ആഗ്രഹം നോക്കണം നിങ്ങൾ. എന്താ ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്? പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒറ്റ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോൾ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. മുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ഘടകകക്ഷികൾ ഭിന്നിച്ചു പോയി, ഒരു ഗവൺമെന്റ് പൊളിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. 5 കൊല്ലം കഴിഞ്ഞ് കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്തെ സ്റ്റേറ്റ് നടത്താൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുന്നില്ല. ഇപ്പൊ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊരു ഫെഡറൽ രാജ്യമാണ്. ഓരോ സംസ്ഥാനവും പ്രത്യേകം പ്രദേശങ്ങളിൽ അസംബ്ലികളുണ്ട്. അതിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൊണ്ടുവന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. മതനിരപേക്ഷതയെ തകർക്കുകയാണ്. എന്താണ് രാജ്യത്ത് നടക്കുന്ന എല്ലായിടത്തും? അയോധ്യ പ്രശ്നം വന്നപ്പോൾ രാജ്യം മുഴുവൻ വലിയ കലാപ അന്തരീക്ഷം ഉണ്ടായതാണ്, ഓർക്കുമല്ലോ. അവസാനം അത് കേസായി. ദീർഘകാലം, കൊല്ലങ്ങളോളം കേസ് നടന്നു. സുപ്രീം കോടതി കേസിൽ വിധി പറഞ്ഞു. അവസാനം BJP ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് വിധി പറയുന്നത്. ഇപ്പോൾ റിട്ടയർ ചെയ്ത ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജസ്റ്റിസ് അതിൽ അംഗമായിരുന്നു, 5 അംഗ ബെഞ്ചിൽ. രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ആളായിരുന്നു ചീഫ് ജസ്റ്റിസ്, ആസാംകാരനാണ്. ആ ബെഞ്ചിന്റെ, സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി, ബാബറി മസ്ജിദ് തകർത്ത നടപടി, ബാബറി മസ്ജിദിനകത്ത് ഒളിച്ചു കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച നടപടി തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. കുറേ വിചാരണ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അലഹാബാദ് ഹൈക്കോടതി, ഫൈസാബാദ് മുനിസിപ്പൽ കോടതി ഒക്കെ കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. അപ്പൊ കോടതിയുടെ അന്തിമ വിധിയ വിഗ്രഹം വെച്ചത് തെറ്റ്. 1948 മറ്റാണല്ലോ വിഗ്രഹം വെച്ച്. അത് പൊളിച്ചത് 92 ഡിസംബർ 6 അത് ഗുരുതരമായ തെറ്റാണ്. എന്നിട്ട് കോടതി പറയാ, പള്ളി പൊളിച്ചു മാറ്റിയ ആ സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാമക്ഷേത്ര ട്രസ്റ്റിന് വിട്ടുകൊടുക്കേണ്ടതാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് വിധിയാണിത്? അങ്ങനെയാ വിധിച്ചത്. മുസ്ലിങ്ങൾക്കൊരു പള്ളി പണിയാൻ അയോധ്യയിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെ ഒരു 5 ഏക്കർ സ്ഥലം ഗവൺമെന്റ് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. വിധിക്കെതിരായി ഒരുപാട് വിമർശനം വന്നു. ഈ വിധിയുടെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന പരസ്യമായ വിമർശനം ഉന്നയിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി CPIM മാത്രമാണ്. മറ്റുള്ളവർ മിണ്ടിയില്ല, കോൺഗ്രസ് മിണ്ടിയില്ല, മറ്റു പലർക്ക് പേടിച്ചു, ധൈര്യമുണ്ടായില്ല ഒരു വിമർശനം ഉയർത്താൻ. ആ കോടതിയിൽ അന്ന് വിധി പറയാൻ നേതൃത്വം കൊടുത്ത രഞ്ജൻ ഗൊഗോയ് 1 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ഗവൺമെന്റ്. ആ മനുഷ്യനെ സ്വീകരിക്കാവോ? ഞാൻ രാജ്യസഭയിലുള്ളപ്പോഴാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. നോമിനേറ്റഡ് മെമ്പർമാർ അവിടെ വരിക. ഞങ്ങൾ ഷെയും വിളിച്ച് മുദ്രാവാക്യം വിളിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മെമ്പറായി ഇപ്പോഴും തുടരുക. മറ്റ് പല ജഡ്ജിമാർക്കും വലിയ വലിയ പാരിതോഷികങ്ങൾ കിട്ടി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജഡ്ജാണ് ഇപ്പൊ റിട്ടയർ ചെയ്ത ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവനയാണ് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയത്. 92 ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുന്ന സമയം, നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത്, ആ സംഭവം ഉണ്ടായ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. പ്ലേസസ് ഓഫ് വർഷിപ്പ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര്. ആരാധനാലയ സ്ഥല സംരക്ഷണ നിയമം എന്ന് മലയാളത്തിൽ പറയാം.
ആ നിയമം പറഞ്ഞു, ഇന്ത്യയിൽ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ഗുരുദ്വാരകൾ ഏതായാലും കൊള്ളാം, 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ആരുടെ കൈവശത്തിലാണോ അതേപടി തുടരേണ്ടതാണ്. ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ബാബറി മസ്ജിദിനെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം അവിടെ തർക്കം നേരത്തെ വന്നതാണെന്നുള്ളത്. ഈ നിയമം നിലനിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഒരു പള്ളി ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണെന്ന പരാതി പരിശോധിക്കാൻ ഒരു കോടതിക്ക് എന്താണ് അധികാരം? അവിടെ പരിശോധന നടത്താൻ തറ കിളയ്ക്കാൻ പോയപ്പോഴാണല്ലോ മുസ്ലിം ജനവിഭാഗവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത്. വെടിവെപ്പിൽ 5 ആൾ അവിടെ മരിച്ചു വീണത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ ദർഗ. മൊയിനുദ്ദീൻ ചിഷ്തി എന്ന് പറയുന്ന ഒരു വലിയ സൂഫി വര്യൻ സ്ഥാപിച്ച ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോകുന്നത്. അത് പണിതത് ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചാണെന്ന് ആക്ഷേപം വന്നിരിക്കുന്നു. കോടതി പരിശോധിക്കുകയോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയോ എന്നറിയില്ല. വേറെയും ചില പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഡൽഹി ജുമാ മസ്ജിദിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരം പരാതികൾ വന്നാൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പരിശോധന നടത്തുന്നത്? അതിന് അവസരം ഉണ്ടാക്കിയത് സുപ്രീം കോടതിയിൽ ഒരു വിധിന്യായത്തിൽ ആ നിയമത്തിൽ വെള്ളം ചേർക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ വന്നതുകൊണ്ടാണ്. പാർലമെന്റ് പാസാക്കിയ നിയമത്തെയാണ് ശരിപ്പെടുത്തിയത്. ഇതാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എന്താകും സ്ഥിതി? വളരെ ഭയാനകമായ അവസ്ഥയിലാണ്. മണിപ്പൂർ എന്നൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. 2 വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് 1.5 കൊല്ലമായി. ഒരു വിഭാഗം ജനങ്ങൾ കുക്കി എന്ന് പറയും, ഗോത്രവർഗക്കാര്. മറ്റൊരു വിഭാഗം മെയ്ത്തി എന്ന് പറയും, അവർ നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ 2 വിഭാഗത്തെയും കൂട്ടുപിടിച്ചാണ് BJP അധികാരത്തിൽ വന്നത്. അതിനുശേഷം 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപം. BJP ഭരണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നേ വരെ മണിപ്പൂരിൽ കാലുകുത്തിയിട്ടില്ല. എത്ര ആയിരം ആളുകൾ മരിച്ചു? സ്ത്രീകളോട് കാണിച്ച ക്രൂരതകൾ എന്താ? ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്താകെ വർഗീയത ആളിക്കത്തിക്കുക, മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമങ്ങൾ സംഘടിപ്പിക്കുക. ആസാമിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാ, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. BJP ചേർന്ന് മുഖ്യമന്ത്രിയായി. ആ സംസ്ഥാനത്ത് ബീഫ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുക. ഒറ്റ ഹോട്ടലിലും പാചകം ചെയ്യാൻ പാടില്ല എന്ന് നിരോധിച്ചിരിക്കുക. വടക്കേ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരുവോരങ്ങളിലെ കച്ചവടക്കാർ അവരുടെ കച്ചവട സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉടമസ്ഥന്റെ പേരെഴുതി വെക്കണം, അവന്റെ മതം വ്യക്തമാക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുക. ആ ഉത്തരവിനനുസരിച്ചൊരു ഉത്തരവ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ മന്ത്രി കൊണ്ടുവന്നു. രൂക്ഷമായ വിമർശനം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ട് അയാളോട് അത് പിൻവലിക്കാൻ പറഞ്ഞു. എന്നാലും കോൺഗ്രസിന്റെ മന്ത്രി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് രാജ്യത്ത് നടക്കുന്ന വർഗീയതയുടെ ആപത്ത്. ഈ വർഗീയതക്കെതിരെ മതനിരപേക്ഷ ശക്തികൾ അണിനിരത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPIM. RSSന്റെ വർഗീയത എന്ന് പറഞ്ഞാൽ RSS ഭൂരിപക്ഷ വർഗീയതയെ വളർത്താനാണ് ശ്രമിക്കുന്നത്. വലിയ ആപത്താണിത്. വർഗീയത എല്ലാം ആപത്ത് തന്നെ. ന്യൂനപക്ഷത്തിന്റെ വർഗീയത ആപത്ത് തന്നെയാണ്, ഭൂരിപക്ഷത്തിന്റെ വർഗീയത ആപത്താണ്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വർഗീയത എന്ന് പറയുമ്പോൾ കൂടുതൽ വിപത്താണ്. അതിനെ ഉപയോഗിച്ച് വളർത്തുകയാണ് ഇവിടെ നരേന്ദ്രമോദിയും സംഘവും. അംബേദ്കറെ നിശിതമായി അധിക്ഷേപിച്ചുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചില്ലേ? അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പാർലമെന്റിൽ. അങ്ങനെയാണ് പാർലമെന്റ് പിരിഞ്ഞത്. അമിത്ഷാ നമ്മുടെ ഭരണഘടനയുടെ ഉപജ്ഞാതാവാണ്. ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ചരിത്ര പുരുഷനാണ് അംബേദ്കർ. അദ്ദേഹത്തെ അധിക്ഷേപിക്കുക അമിത്ഷാ, ആഭ്യന്തരമന്ത്രി. ഈ നിലയിൽ പോവുകയാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. മതനിരപേക്ഷത സംരക്ഷിക്കണം, ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കണം. ഇതിനൊക്കെ ആവശ്യമായ നയങ്ങളും നടപടികളും ഉണ്ടാവണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ശബ്ദിക്കുന്ന പാർട്ടിയാണ് CPIM. ഈ അവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യാസം കിട്ടും നമുക്ക് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലെ മതനിരപേക്ഷത, ഭരണഘടനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തത്വമാണ് ഫെഡറലിസം. ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ലോകത്ത് ചില രാജ്യങ്ങളുണ്ട് ഒരൊറ്റ രാജ്യം, ഒരു ദേശീയ ജനവിഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ രാജ്യം. നമ്മുടേത് അങ്ങനെയല്ല. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത കാലാവസ്ഥ. ജമ്മു ആൻഡ് കാശ്മീരും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂമിയാണ് അവിടെ വളരെ കൂടുതൽ, കൊടും തണുപ്പ്. കേരളം അങ്ങനെയല്ല, മിതശീതോഷ്ണം. മണിപ്പൂർ, അങ്ങ് വടക്കോട്ട് ചെന്നാൽ നാഗാലാൻഡ്, ആസാം, ത്രിപുര, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഇപ്പുറത്ത് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ഏതെല്ലാം ഭാഷകളാ! ഗുജറാത്തി ഭാഷ, ഒറിയൻ ഭാഷ ഒറീസയിൽ, ബംഗാളി ഭാഷ ബംഗാളി, തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകത്തിൽ കന്നഡ, ആന്ധ്രയിൽ തെലുങ്ക്, മഹാരാഷ്ട്രയിൽ മറാത്തി, ഹിന്ദി സംസാരിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഇന്ത്യ
ഒരു മതനിരപേക്ഷ ഫെഡറൽ രാജ്യമാവണമെന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ചത്. സംസ്ഥാനങ്ങൾ, കേന്ദ്രം. ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ അധികാരം പറഞ്ഞു, കേന്ദ്രത്തിന്റെ അധികാരവും നിർവചിച്ചു. ഈ നിലയിൽ പോയാലേ ഇന്ത്യ ഐക്യത്തോടെ നിൽക്കൂ. ഈ തത്വം പോയാൽ ഇന്ത്യ ഉണ്ടാവില്ല. ജനങ്ങളെ പട്ടാളത്തെയും പോലീസിനും ഉപയോഗിച്ച് കാലാകാലം അടിച്ചമർത്താനൊന്നും പറ്റില്ല. ഈ പൊതു തത്വത്തിൽ ഐക്യപ്പെടുത്തി നിർത്താനേ പറ്റൂ. എന്താ ഇവർ ചെയ്യുന്നത്? BJPയുടെ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളെ കൊല്ലുക, ആ സംസ്ഥാനങ്ങളെ തകർക്കുക. BJPയുടെ കൂട്ടാളികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ അവരെ കൈയച്ച് സഹായിക്കുക. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. കേരളത്തിലെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ? ഈ ജില്ലയിലാണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നത്, മുണ്ടക്കൈ ദുരന്തം. മരിച്ചവരുടെ എണ്ണവും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം ദുഃഖിച്ചു, കേരളം മുഴുവൻ ദുഃഖിച്ചു, ജനങ്ങളാകെ ദുഃഖിച്ചു. കാണാതായ ചിലരുടെ മൃതശരീരം പോലും കണ്ടെടുക്കാൻ പറ്റിയില്ല. സർക്കാരും വിവിധ സേനാ വിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാ മനുഷ്യസ്നേഹികളും ചേർന്ന് നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ ദുരന്തത്തിനിരയായ കുറെ ആളുകളെങ്കിലും രക്ഷപ്പെടുത്താനും സഹായിക്കാനും പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒക്കെ സാധിച്ചു. അതിനൊക്കെ നേർസാക്ഷ്യം വഹിച്ചവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോടത് വിശദീകരിക്കുന്നില്ല. നോക്കൂ, ഈ സംഭവം നടന്നിട്ട് എത്ര മാസങ്ങളായി? ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമല്ലേ? ഒരു നയാ പൈസ കേരളത്തിന് സഹായം നൽകാൻ ഇന്ത്യ ഗവൺമെന്റിന് ഇന്നുവരെ മനസാക്ഷി ഉണ്ടായോ? ദയവുണ്ടായോ? കേരളത്തിലുണ്ടായ ദുരന്തം കേരളം മാത്രം ചെയ്താൽ മതി എന്ന നിലയിൽ കാണുന്നത് മനുഷ്യത്വമുള്ളൊരു നിലപാടാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചില്ലറ പണം മതിയോ? വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് താമസിക്കാൻ വീട് വേണം. കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, കൃഷി നഷ്ടപ്പെട്ടവരുണ്ട്, കന്നുകാലികൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കണ്ടേ? അവരുടെ ജീവിതം വീണ്ടും തളുത്തു വരണ്ടേ? ഒരു പുതിയ ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കി വീട് നഷ്ടപ്പെട്ടവരെല്ലാം താമസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിക്കും. അദ്ദേഹവും ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത മന്ത്രിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വിശദീകരിക്കും നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ. ഇതിനു വേണ്ട സഹായം കിട്ടാൻ കേരളത്തിലെ ദുരന്ത നിവാരണ സമിതി ആദ്യം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു. അതൊരു എസ്റ്റിമേറ്റ്, മതിപ്പ് കണക്ക്. ആ മതിപ്പ് കണക്ക് തയ്യാറാക്കുന്നത് SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് മാനേജ്മെന്റിന്റെ കണക്ക് തത്വം അനുസരിച്ച് ഓരോന്നിനും ഇത്ര രൂപ ചെലവാക്കാൻ ആവശ്യപ്പെടാമെന്നൊരു തത്വം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ കണക്ക് എസ്റ്റിമേറ്റായി അയച്ച തുക കടലാസ് നോക്കി കേരളത്തിൽ അത് ചെലവഴിച്ച തുകയായി കണക്കാക്കിയതാണെന്നും പറഞ്ഞ് 2 ദിവസം ചർച്ചയും വിവാദം ഉണ്ടാക്കി. വസ്തുത എന്താന്ന് മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാരിനെ ചീത്ത വിളിക്കാൻ ഏതൊരവസരം കിട്ടിയാലും 1 മിനിറ്റ് പോലും താമസിക്കാതെ തുടങ്ങുക ഈ ചർച്ച. അത് പിന്നെ അങ്ങ് അവസാനിച്ചു. അവർക്ക് മനസ്സിലായി, ചർച്ചക്കാർക്കും മനസ്സിലായി അത് എസ്റ്റിമേറ്റ് ആണെന്ന്. വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് തയ്യാറാക്കാൻ പറഞ്ഞു. ഇതെല്ലാം തയ്യാറാക്കി കൊടുത്തു. മുഖ്യമന്ത്രി പോയി കണ്ടു. പ്രധാനമന്ത്രി ഇവിടെ വന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തി കൊഞ്ചിച്ചു. ആ ചിത്രം കണ്ടപ്പോഴും ആ വരവ് വന്നപ്പോഴും കൽപ്പറ്റ കലക്ട്രേറ്റിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഇരുത്തി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കേട്ടു. അപ്പം നമ്മൾ എന്താ ധരിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു സഹായം പ്രഖ്യാപിക്കുമായിരിക്കും. എല്ലാം കണക്കെടുത്തതിന് ശേഷമൊന്നുമല്ല സഹായം കൊടുക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി, വലിയ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കം ഉണ്ടായി. 900 കോടി രൂപ പിറ്റേ ദിവസം പ്രഖ്യാപിച്ചില്ലേ? കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ സംസ്ഥാനമായതുകൊണ്ടാണോ? നമ്മളും ഇന്ത്യയുടെ ഭാഗമല്ലേ? ആന്ധ്രക്ക് സഹായം കൊടുത്ത് 16,000 കോടി. ഭരിക്കാൻ അവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് ബീഹാറിന് കൊടുത്തത് 27,000 കോടി. ഭരിക്കാൻ അവരുടെ പിന്തുണ വേണം ആ പാർട്ടിയുടെ. നിങ്ങളെ ആർക്ക് വേണം? ഇവിടുത്തെ BJPക്കാരൻ എന്തിനടക്കുക? 2 കേന്ദ്രമന്ത്രിമാരും കുറെ BJP നേതാക്കന്മാരും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ വന്ന മഹാനായ കോൺഗ്രസ് നേതാവ് ആയിരുന്നില്ലേ ഇവിടുത്തെ പാർലമെന്റ് മെമ്പർ? അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഔദ്യോഗിക പദവിയാണ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ. ആ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം കിട്ടാൻ ശ്രീ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ഇവിടെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വികലമായി ചിത്രീകരിച്ച് സർക്കാരിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ കിട്ടുന്ന ഒരു സന്ദർഭവും പാഴാക്കാത്ത കോൺഗ്രസിന്റെ MLA ഉണ്ട്. എന്നാൽ നിങ്ങളുടെ മഹാനേതാവ് പാർലമെന്റിനുണ്ടല്ലോ. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്ത് നോക്കി കേരളത്തിന്റെ ആവശ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയോ? ഇതാണ് കേന്ദ്രം നമ്മളോട് എടുക്കുന്ന നിലപാട്. നമുക്ക് അർഹമായ പണം തരില്ല. നമ്മളാണെങ്കിൽ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും മറ്റും നടത്തണം. അതിനാവശ്യമായ ഫണ്ട് കേരളത്തിലെ നികുതി വരുമാനം കൊണ്ട് മാത്രം സാധിക്കില്ല. കേരളത്തിലെ നികുതി എന്ന് പറഞ്ഞാൽ ചരക്ക് വിൽക്കുമ്പോൾ വാങ്ങുന്ന നികുതിയാ. വിൽപ്പന നികുതി എന്നായിരുന്നു പണ്ട് അതിന്റെ പേര്, സെയിൽ ടാക്സ്. പിന്നെ മൂല്യവർദ്ധിത നികുതിയായി.
ഇപ്പൊ GST ആണ്. ആ വഴി കിട്ടുന്ന വരുമാനം അത് മാത്രം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഏതാ കിട്ടുന്ന മറ്റൊരു വരുമാനം? ഇന്ത്യ ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ നികുതി പിരിക്കുന്ന സ്ഥാപനം. ഇന്ത്യ രാജ്യത്ത് എല്ലാ കമ്പനികളും ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ചരക്കിനും, മുട്ടുസൂചി മുതൽ മോട്ടോർ കാറുകൾ വരെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനെല്ലാം ഒരു എക്സൈസ് നികുതി ഉണ്ട്, സെൻട്രൽ എക്സൈസ്. ആ നികുതിയുടെ നിരക്ക് നമുക്കറിയില്ല. നിങ്ങളൊരു ടാൽക്കം പൗഡർ വാങ്ങുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി കൂടി ചേർത്ത വിലയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് വിലയായിട്ടാണ് നമ്മൾ കൊടുക്കുക. ടാൽക്കം പൗഡർ ഉണ്ടാക്കുന്ന കമ്പനി എത്ര ടിന്നാണ് ഉണ്ടാക്കിയെന്ന് കണക്കാക്കി അതിന് നിശ്ചയിച്ച നികുതി അടച്ചതിന് ശേഷം മാത്രമേ അവന്റെ ഫാക്ടറി ഗോഡൌണിൽ നിന്ന് പുറത്തെടുക്കാൻ പാടുള്ളൂ. എല്ലാറ്റിനും ബാധകമായ നികുതി ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക കേന്ദ്രത്തിന് കിട്ടുക. അതാണ് പ്രധാന കേന്ദ്ര വരുമാനം. ആ വരുമാനത്തിന്റെ 41%, 100-ൽ 41 രൂപ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണമെന്നത് ഭരണഘടനയിലെ വ്യവസ്ഥയാണ്. മോദിയുടെ ഔദാര്യമല്ല, അത് വീതം വെക്കാനാണ് കമ്മീഷനെ വെക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ, കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ 2 കൊല്ലം മുമ്പ് വരെ നമുക്ക് അനുവദിച്ച വിഹിതം 3.9%. 100 രൂപ വീതിക്കുന്നുണ്ടെങ്കിൽ 3 രൂപ 90 പൈസ കേരളത്തിന്. എല്ലാ സ്റ്റേറ്റും ഉണ്ടല്ലേ. അത് 2 കൊല്ലം മുമ്പ് പുതിയ കമ്മീഷൻ വന്നപ്പോൾ 1.9% കുറച്ചു. എന്തിനാണ് നമുക്കുള്ളത് കുറവ് വരുത്തിയത്? നമ്മളെ മുടിപ്പിക്കാൻ. ഈ കേരളത്തിൽ ഒന്നും നടക്കാതിരിക്കാൻ. നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്ത് വോട്ട് വാങ്ങണ്ട, നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ട് വോട്ട് വാങ്ങണ്ട, നിങ്ങൾ വികസന പ്രവർത്തനം നടത്തിയിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിച്ചു വരണ്ട. 2016 ജയിച്ച് 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF ജയിച്ചില്ലേ? കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഈ തുടർ ഭരണം. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ക്രൂരത നമ്മളോട് തുടങ്ങിയത്. ഈ തരത്തിൽ കേന്ദ്രം നമ്മളോട് പെരുമാറുമ്പോൾ ഒരക്ഷരം അതിനെതിരായി ശബ്ദിക്കാൻ കോൺഗ്രസ് ഉണ്ടോ? എങ്ങനെങ്കിലും മുടിഞ്ഞു പോട്ടെ, പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയാതെ പോട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാലെങ്കിൽ ഈ ഗവൺമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുകിട്ടുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. അതിനുവേണ്ടി ദുഷ്ടചിന്തയുമായിട്ട് നടക്കുക. ഇതൊക്കെയല്ലേ ഈ സാഹചര്യം, കേരളത്തിലെ സാഹചര്യം. ഇതിനെല്ലാം എതിരായി കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും അതോടൊപ്പം വർഗീയതക്കെതിരായും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ശക്തമായി പോരാടുന്ന പ്രസ്ഥാനമാണ് CPIM. വർഗീയതയെ എതിർക്കുമ്പോൾ എല്ലാ വർഗീയതയും എതിർക്കണം. ഒരു വർഗീയതയെ മാത്രം എതിർക്കാൻ കഴിയില്ല. ഭൂരിപക്ഷ സമുദായത്തെ വർഗീയവൽക്കരിക്കുകയാണ് RSS ചെയ്യുന്നത്. ഏറ്റവും ആപൽക്കരമായ വർഗീയവൽക്കരണം അതാണ്. എന്നാൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ വർഗീയവൽക്കരണം വന്നാലോ അത് ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടാനിടയാക്കും. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ടില്ലേ അവന്മാര് വർഗീയത, അവന്മാര് ഒന്നിച്ചു പോകുന്നു കണ്ടില്ലേ, നമ്മളും അതുപോലെ സംഘടിക്കണം എന്ന് ആവേശം കൊള്ളിച്ച് ഇപ്പുറത്തെ വർഗീയത ശക്തിപ്പെടുത്താൻ ഇത് ആയുധമാക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ സാധ്യമല്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തമായി എതിർത്തുകൊണ്ടേ പോകാൻ സാധിക്കും. എന്നാൽ ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടയിൽ ചില വർഗീയ ശക്തികളുണ്ട്. അത് എണ്ണത്തിൽ കുറവാണ്, വലിയ എണ്ണമൊന്നുമില്ല. RSSനെ പോലെ, വടക്കേ ഇന്ത്യയിലെ RSSനെ പോലെ അത്ര ശക്തമായ ഒരു വിഭാഗമായിട്ടൊന്നും കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വർഗീയ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലെ വർഗീയത, തീവ്ര വർഗീയ ശക്തികളായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അനുയായികളായി പ്രവർത്തിക്കുന്ന SDPI എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഇത് രണ്ടും തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. അവർ സാധാരണ ജനാധിപത്യ പ്രസ്ഥാനങ്ങളല്ല. ഒരു അധ്യാപകൻ, ഒരു കോളേജ് അധ്യാപകൻ പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോൾ പ്രവാചകന്റെ പേര് എന്തോ ഒരു അപമാനിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ അധ്യാപകനെ കാറിൽ നിന്ന് പള്ളിയിൽ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അധ്യാപകനായിരുന്നു, അദ്ദേഹം ചർച്ചിൽ ആരാധനയ്ക്ക് വന്ന് കുടുംബത്തോടൊപ്പം തിരിച്ചു പോകുമ്പോൾ വണ്ടി തടഞ്ഞു വെച്ച് അതിൽ നിന്ന് ഈ അധ്യാപകനെ പിടിച്ചിറക്കി പരസ്യമായി കൈവെട്ടിയ പ്രസ്ഥാനമാണ് SDPI. അവര് സാധാരണ ജനാധിപത്യ പ്രസ്ഥാനം. അവരെ വിമർശിക്കുമ്പോൾ ആർക്കാ പൊള്ളുന്നത്? എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇടുക്കി ജില്ലയിലെ മലയോരത്ത് നിന്ന് വട്ടവട എന്ന് പറയുന്ന ഏറ്റവും റിമോട്ട് ഏരിയയിൽ നിന്ന് പഠിക്കാനെത്തിയ അഭിമന്യു എന്ന് പറയുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥിയെ പിടിച്ചു വെച്ച് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തിയവരാണ് ഈ SDPI എന്ന് പറയുന്ന സംഘം. ഇതുപോലെ 1-2 അല്ല, ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ വർഗീയവൽക്കരിച്ച് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാൻ നടക്കുന്ന RSSന് ആയുധം മൂർച്ച കൂട്ടിക്കൊടുക്കുകയാണ് ഇവര്. അതുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. അല്ലാതെ ഇവർക്ക് രാജ്യം മുഴുവൻ ഭരിക്കാനൊന്നും കഴിയാൻ പോകുന്നില്ല. ഇവർ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകർത്താക്കളായി നമ്മളെ കൊല്ലുന്നൊന്നും പേടിക്കാനുമില്ല. പക്ഷേ ഇവർ നടത്തുന്ന പ്രവർത്തനം മറ്റേ ശക്തികൾക്ക് ആയുധമാണ്.
അതിന് അവസരം ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ പാർട്ടിയല്ല, ഒരു സാർവദേശീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പേര്. ഇപ്പൊ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്ക്, ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെ ഒന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവ് ഒരാളാണ്, മൗലാന അബുൽ അലാം മൗദൂദി. അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ. പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം. ഇസ്ലാം മതമല്ല, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതായിരുന്നു മൗദൂദിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇസ്ലാമികമല്ലാത്ത ഭരണകൂടം മുഴുവൻ ഹറാം. അങ്ങനെയുള്ള ഭരണകൂടത്തിൽ മന്ത്രിയാവാനോ ഉദ്യോഗസ്ഥനാവാനോ പോകാൻ പാടില്ല എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സിദ്ധാന്തം. സർക്കാർ ജോലി സ്വീകരിക്കാറുണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്ന കാലത്ത്, അടുത്ത കാലത്ത് അതിലൊക്കെ മാറ്റം വരുത്തിയാണ് അവർ. മുജീബുർ റഹ്മാന്റെ മുക്തി ബാഹിനി എന്ന് പറയുന്ന വിമോചന സമര പോരാളികൾ വലിയ സമരം നടത്തിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രമാക്കി മാറ്റിയത്. ആ ബംഗ്ലാദേശിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരെ കലാപം നടത്തിയവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. നിരവധി നേതാക്കന്മാരെ ഗവൺമെന്റ് തൂക്കിക്കൊന്നു. പാരമ്പര്യം ഇതാണ്. അധികം വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. മൗലാന അബുൽ അലാം മൗദൂദിയുടെ ലക്ഷ്യം അതാണ്, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കുക. മറ്റുള്ള ഇസ്ലാമിക സംഘടനകളൊന്നും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘമായാലും സുന്നി പ്രസ്ഥാനമായ കാന്തപുരത്തിന്റെ പ്രസ്ഥാനമായാലും അവരാരും ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്നവരല്ല. ജീവിക്കുന്നത് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസവുമായി ജീവിക്കുക, ഇസ്ലാമിക സംസ്കാരവുമായി ജീവിക്കുക, അതാണ് അവരുടെ തത്വം. മറ്റതല്ല, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുക. ഈ പ്രസ്ഥാനക്കാരാണ് IS ആയി മാറിയത്. ഇപ്പോൾ സിറിയയിൽ ആക്രമണം നടത്തി ഭരണം പിടിച്ചെടുത്ത സംഘം അതാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഈ ശക്തികളെ ഉപയോഗിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം കൊടുത്ത ആയുധങ്ങളും പണവും ഉപയോഗിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉണ്ടായത്. താലിബാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഷയിൽ, അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക ഭാഷ പഷ്തൂൺ എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. എങ്ങനെയാണ് അവൻ വിദ്യാർത്ഥിയായത്? അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു അധികാരത്തിൽ വന്നു ഒരിക്കൽ. ഡോക്ടർ നജീബ് എന്ന് പറഞ്ഞ ആളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോൾ ഇസ്ലാം അപകടത്തിലാണെന്ന് പറഞ്ഞ ഒരു കൂട്ടം തീവ്രവാദികൾ കലാപം തുടങ്ങി. നജീബ് ഗവൺമെന്റിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ സഹായം ആവശ്യപ്പെട്ടു നജീബ്. അന്ന് സോവിയറ്റ് യൂണിയനുള്ള കാലമാണ്. സോവിയറ്റ് പട്ടാളത്തെ അയച്ചു കൊടുത്തു. സോവിയറ്റ് പട്ടാളം ചെന്ന് ഈ കലാപകാരികൾ ഒതുക്കി. സോവിയറ്റ് പട്ടാളത്തോട് നേരിടാനുള്ള കരുത്തൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ ഓടി. കുറെ ആൾ പാകിസ്ഥാനിൽ പോയി, കുറെ ആൾ മലയോരങ്ങളിലേക്ക് ഓടിപ്പോയി. ആ കാലത്ത് കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും റോഡുകളിലെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടികൾ കടന്ന് പുറത്തു പോവുക, ജമാഅത്തെ ഇസ്ലാമി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സിറിയയിൽ അമേരിക്കൻ സഹായത്തോടെ ഒരു പറ്റം തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തു. ഇവിടെ പോസ്റ്റർ ഉണ്ടോ? പലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്നു ഇസ്രായേൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച്. ഇവിടെ പോസ്റ്റർ ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമി പലസ്തീനിലെ കൂട്ടക്കൊലക്കെതിരെ? ഇതാണ് ഇവരുടെ പ്രസ്ഥാനം. ഇവരെല്ലാം ചേർന്നാണ് ഈ തീവ്ര വർഗീയത കേരളത്തിലും വളർത്താൻ ശ്രമിക്കുന്നത്. ആ കൂട്ടരുമായി രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാവോ? ആ സംഭവത്തെക്കുറിച്ചാണ് വിജയരാഘവൻ ഇവിടെ സമ്മേളനത്തിൽ വിമർശിച്ചത്. എന്താ വിജയരാഘവന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾപ്പെടുന്ന മുസ്ലിം വർഗീയവാദികളുടെ കൂടി പിന്തുണയിലാണ്. എന്താ ഇതിൽ തെറ്റ്? അവര് പിന്തുണച്ചിട്ടില്ലേ? അവർ പരസ്യമായി പിന്തുണച്ചിട്ടില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശക്തികൾ UDFനെ പിന്തുണച്ചിട്ടില്ലേ? നിങ്ങൾ പിന്തുണ വാങ്ങിയിട്ടില്ലേ? ഏറ്റവും ഒടുവിൽ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ SDPI ആയിരുന്നു ലീഗിനേക്കാൾ സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ക്യാമ്പയിനുമായി രംഗത്ത് വന്ന്. അവർ വീടുകളിലെല്ലാം നോട്ടീസുമായി ചെന്നു. പള്ളികളിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരെ പള്ളി മുറ്റത്ത് തന്നെ വെച്ച് അവർ നോട്ടീസ് കൊടുത്ത് അവരുടെ രാഷ്ട്രീയം പറഞ്ഞു. എന്തായിരുന്നു നോട്ടീസ് എന്നറിയോ? പാലക്കാട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് UDF, 2ാം സ്ഥാനത്ത് BJP, 3ാം സ്ഥാനത്ത് LDF. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF 3ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് BJP, 1ാം സ്ഥാനത്ത് UDF. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും LDFന്റെ വാഗ്ദാനം കേട്ട് മാറി LDFന് വോട്ട് ചെയ്താൽ, ആരോടാ പറയുന്നത്? UDF വോട്ടർമാരായ മുസ്ലിം വീടുകളിൽ. അതിൽ മുസ്ലിം ലീഗുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, ഇടതുപക്ഷക്കാരുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. ആ വീടുകൾ സെലക്ട് ചെയ്ത് കയറിയിട്ട് ഒരു സംഘം ആളുകൾ പറയാ, നിങ്ങളെങ്ങാനും
LDFകാരുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ട് വോട്ട് മാറി LDFന് ചെയ്താൽ UDFന്റെ വോട്ട് കുറയുമ്പോൾ അതിന് ആനുകൂല്യം കിട്ടുന്നത് രണ്ടാം സ്ഥാനക്കാരനാ, അവരൊന്നാമതാവും. BJP ജയിക്കും. 1,00,000-ലധികം വോട്ടർമാരാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത്. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പിന്നെയുള്ളത് 3 പഞ്ചായത്തുകളാണ്. 1 കണ്ണാടി, 2 മാത്തൂര്, 3 പിരായിരി, 3 പഞ്ചായത്ത്. ഈ 1,00,000 ജനസംഖ്യ വോട്ടർമാരുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് BJPയുടെ ശക്തി കേന്ദ്രം. അത് ചരിത്രപരമായ കാരണങ്ങളാൽ അവർക്ക് കുറച്ച് സ്വാധീനമുണ്ട്. അങ്ങനത്തെ ഒരു ജനവിഭാഗം അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ട് അവിടെ. അവിടെയാണ് ശ്രീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2021 മെട്രോമാൻ ജയിച്ചുപോയി എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അയാൾ മുഖ്യമന്ത്രിയാകുമെന്നും മുഖ്യമന്ത്രിയായാൽ അവിടെ ആപ്പീസ് തുടങ്ങും എന്നെല്ലാമുള്ള കഥ വരെ പറഞ്ഞിരുന്നു. വലിയ വോട്ട് പിടിച്ചു. അങ്ങനെയാണ് രണ്ടാം സ്ഥാനത്ത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP-യാണ്. LDF അവിടെ തോൽക്കുന്നത് ഒന്നാമതായിട്ടല്ല. ഇപ്പോഴത്തെ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായത് 2011-ലാണ്. ആ പാലക്കാട് 2011-ന് മുമ്പ് ഈ മണ്ഡലമല്ല, വേറെ ചില പഞ്ചായത്തുകൾ കൂടി ചേർന്നതാ. അന്ന് 2006-ൽ LDF ജയിച്ചിട്ടുണ്ട്, 96-ൽ LDF ജയിച്ചിട്ടുണ്ട്. 2011-ൽ പുതിയ മണ്ഡലം വന്നതിന് ശേഷം LDF ജയിച്ചിട്ടേയില്ല. ഈ രാഷ്ട്രീയ അന്തരീക്ഷ പിരായിരി പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താ. എന്നാൽ ഭൂരിപക്ഷ വോട്ട് അവർക്ക്, ഇടതുപക്ഷം ദുർബലമാണ്. കണ്ണാടി പഞ്ചായത്തിൽ മാത്രമാണ് LDFന് ഇത്തിരി മുൻതൂക്കമുള്ളത്. ഇതാണ് അവിടുത്തെ അന്തരീക്ഷം. അവിടെയാണ് കോൺഗ്രസ് നിന്ന് വിട്ടുവന്ന ഒരു ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയായത്. ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. നല്ല പ്രചരണവും നടത്തി LDF. അപ്പോഴാണ് ഒരു പരിഭ്രാന്തരായത്. എന്തോ സംഭവിക്കുന്നു തോന്നി. അപ്പോഴാണ് SDPI രംഗത്ത് വരുന്നത്. മുസ്ലിം വേഷധാരികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരനും SDPIയും എല്ലാ മുസ്ലിം വീടുകളിലും കയറി പറയാ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ മാർക്സിസ്റ്റുകാർ പറയുന്നത് കേട്ട്, അവരുടെ പെൻഷൻ വാഗ്ദാനം കേട്ട്, അവരുടെ വികസന വാഗ്ദാനം കേട്ട് വോട്ടെങ്ങാനും മാറി ചെയ്താൽ ഇവിടെ RSSകാരൻ ജയിക്കും. ഇവർക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ട് LDF ജയിക്കില്ല, അവർ 3-ാം സ്ഥാനത്താ. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് അവർ നടത്തി. എന്നിട്ടും LDFന് 2021-ൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഈ ജയിച്ചില്ല എന്നുള്ള വേറെ പ്രശ്നം. 2021-ലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുമോ? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള വോട്ട് കിട്ടി. UDF ജയിച്ചു. ആദ്യത്തെ പ്രകടനം SDPIക്കാരുടേതായിരുന്നു. പാലക്കാട് നഗരത്തിൽ SDPIയുടെ കൊടിയും പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ ജാഥ നടത്തിയത് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്കാണ്. എന്തൊക്കെ സൂചിപ്പിക്കുന്നത്? അവരെ കൂട്ടുപിടിച്ചിട്ടില്ലേ? അവരുമായി നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് UDF. ആ UDFന്റെ സ്ഥാനാർത്ഥികളായിട്ടല്ലേ ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിച്ചത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാകും എന്ന മട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പറയുന്നത്. എൻ്റെ മുസ്ലിം ലീഗുകാരാ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് നിങ്ങൾ ലീഗുകാരും ഇതുപോലുള്ള വർഗീയവാദികളും ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞെന്താ? പള്ളിയില്ലാത്തവർ, മതമില്ലാത്തവർ, അമ്മ പെങ്ങന്മാരില്ലാത്തവർ, വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റാത്തവർ, കെട്ടിയ പെണ്ണിനെ മൊഴിയൊല്ലിക്കാൻ നിർബന്ധിച്ചവർ, എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. അതിനെയൊക്കെ ാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിം പതിനക്കണക്കിന് ബഹുജനങ്ങൾ അണിനിരന്നതെന്ന് വർഗീയവാദികളും മനസ്സിലായിക്കൊള്ളണം. പേടിപ്പിക്കരുത്. വലിയൊരുനാളും വെള്ളിയാഴ്ച പാപ്പ പള്ളിക്ക് പോയിട്ടില്ല. എന്നിട്ടല്ലേ എൻ്റെ ഇപ്പോഴത്തെ പുതിയ ഭീഷണി. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ തങ്ങളെയോ ഏതെങ്കിലും മുസ്ലിയാരെയോ ഏതെങ്കിലും മതപണ്ഡിതനെയോ അവമാനിക്കാൻ വന്നോ? നിങ്ങൾ മുസ്ലിം ലീഗുകാർ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ നേതാവായ ജിഫ്രി തങ്ങളെ അപമാനിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും മതപണ്ഡിതനെ അപമാനിച്ചോ? നിങ്ങളല്ലേ അവമാനിക്കുന്നത്, നിങ്ങളല്ലേ ആക്ഷേപിക്കുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പ് താല്പര്യത്തിന് വേണ്ടി. ഞങ്ങൾ ഒരു മതത്തെ ആക്ഷേപിക്കാറില്ല. മതവിശ്വാസമൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാതിരിക്കുന്നുണ്ട് അവർ വിശ്വസിക്കാതെ ജീവിച്ചോട്ടെ. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവകാശം വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ പ്രവർത്തിക്കുന്നിടത്തോളം കാലം. പക്ഷെ പരസ്പരം കലഹം ഉണ്ടാക്കരുത്, മതവൈരം ഉണ്ടാക്കരുത്, മതസ്പർദ്ധ ഉണ്ടാക്കരുത്, മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കരുത്. അതിനെ ഞങ്ങൾ ശക്തമായി നേരിടും. മനുഷ്യരുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ ചെയ്ത ഓരോ നേട്ടങ്ങളിലും ഓരോ നടപടികൾ മുഴുവൻ ഞാൻ എണ്ണി പറയാൻ പോകുന്നില്ല. 57-ൽ EMS ഗവൺമെന്റ് വന്ന കാലത്ത് MSPയിൽ മുസ്ലിങ്ങൾ എടുക്കാറുണ്ടായിരുന്നില്ല. നിയമനം നടത്തുമ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസാ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്താൻ. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് ചിത്രീകരിക്കപ്പെട്ട ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ സൈന്യത്തിൽ മുസ്ലിങ്ങളെ നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടാക്കി.
ആ വ്യവസ്ഥ കോൺഗ്രസ് പിന്തുടരുകയായിരുന്നു. ഇന്ത്യയിൽ 57 EMS ഗവൺമെന്റ് വന്നപ്പോഴാണ് MSPയിൽ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഉത്തരവിട്ട്. മറന്നുപോരുത്, പുതിയ ചില ആളുകൾക്ക് പഴയ കഥയൊന്നും അറിയില്ല. മലപ്പുറം നേർച്ച എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അത് നിരോധിച്ചിട്ട് കുറെ കൊല്ലങ്ങളായിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ EMSൽ ചെന്ന് കണ്ടു. ഞങ്ങൾക്ക് ആ നേർച്ച നടത്താൻ അനുവാദം വേണമെന്ന് പറഞ്ഞു. EMS ഗവൺമെന്റാണ് ആ നേർച്ച വീണ്ടും ആരംഭിക്കാൻ അനുവാദം കൊടുത്തത്. ഇത് മാത്രമാണോ? പൊതുവിദ്യാഭ്യാസം, ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കിയത് ഇടതുപക്ഷമല്ലേ? ഇന്നത്തെ കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ 5 വയസ്സ് പൂർത്തിയായാൽ സ്കൂളിലേക്ക് പോവുക. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അവർക്ക് ഉച്ചഭക്ഷണം, അവർക്ക് പാഠപുസ്തകം, അവർക്ക് യൂണിഫോം ഗവൺമെന്റാണ് കൊടുക്കുന്നത്. പണ്ടൊക്കെ കൽപ്പറ്റ അങ്ങാടിയിൽ വന്നാൽ, ബത്തേരി അങ്ങാടിയിൽ വന്നാൽ, ടാക്സി സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ വാഹനങ്ങൾ തുടയ്ക്കാനും അതിലിങ്ങനെ ചാടിക്കേറി കളിക്കാനൊക്കെ കുട്ടികളുണ്ടാവുമായിരുന്നു. ഓട്ടോറിക്ഷൻ്റെ ഒക്കെ തൊട്ടഴുകി ജീപ്പിൻ്റെ പിന്നിലൊന്ന് പിടിച്ച് തൂങ്ങി നിന്ന് കുറെ കഴിയുമ്പോൾ ഡ്രൈവർ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കാൻ കൊടുത്താൽ പതുക്കെ ഡ്രൈവർ ആകാന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ കാശ് കിട്ടുമെന്ന് കരുതി കുട്ടികളുണ്ടാവുമായിരുന്നു. ഹോട്ടലുകളിൽ മേശ തുടയ്ക്കാനും ചോറ് വിളമ്പാനും കുട്ടികളുണ്ടാവുമായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ഹോട്ടലിലോ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ? 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് നിരോധിച്ച രാജ്യമാണിത്. ബാലാധ്വാനം നിരോധിച്ചതാണ്. ദാരിദ്ര്യം കൊണ്ടായിരുന്നു കുട്ടികൾ പോയിരുന്നത്. ഇന്ന് ഏതെങ്കിലും കുട്ടി പോകുന്നുണ്ടോ? ജനിച്ച് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ അംഗൻവാടികളിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ സ്കൂൾ ഗവൺമെന്റ് പഠിപ്പിക്കും. വൃദ്ധജനങ്ങൾക്ക് മുഴുവൻ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞാൽ 1500 രൂപ വീതം. 2001 AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 300 രൂപയാണ് പെൻഷൻ. വീരവാദം പറയുന്ന കോൺഗ്രസും ലീഗും മനസ്സിലാക്കണം, 300 രൂപ പ്രകാരമുള്ള പെൻഷൻ 21 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ആ ഗവൺമെന്റിന്റെ കാലാവധി 2006 അവസാനിപ്പിച്ച്. 2004 വരെ ആന്റണി, അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി. 2006 VS ഗവൺമെന്റ് വന്നു. കുടിശ്ശിക തീർത്തതിന് ശേഷം പെൻഷൻ 600 രൂപയാക്കി ഒറ്റയടിക്ക്. അപ്പോഴേക്കും പെൻഷൻകാരുടെ എണ്ണം 18 or 20 ലക്ഷമായിട്ട് ഉയർന്നു. 2011 തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു. വീണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു. പെൻഷൻ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. VS ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ 1 മാസം കുടിശ്ശികയാക്കാതെ പെൻഷൻ കൊടുത്തു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. 18 മാസം കുടിശ്ശികയാക്കി ഉമ്മൻചാണ്ടി, 1 പൈസ വർദ്ധിപ്പിച്ചില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് താഴെ ഇറങ്ങി. 2016 പിണറായി മുഖ്യമന്ത്രി ഗവൺമെന്റ് വന്നു. ആദ്യം കുടിശ്ശിക തീർത്തു. അതിനുശേഷം പെൻഷൻ ഒറ്റയടിക്ക് 1600 രൂപയാക്കി. അപ്പോഴേക്കും പെൻഷൻകാരുടെ എണ്ണം 60 ലക്ഷം. പെൻഷൻ വാങ്ങാൻ ട്രഷറിയുടെ മുമ്പ് പോയി ക്യൂ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു മടങ്ങിപ്പോരണം, പിന്നെയും പോണം. ഈ പെൻഷൻകാർക്ക് മുഴുവൻ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ ചെന്ന് പെൻഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ടാക്കി. അന്തസ്സോടുകൂടി പെൻഷൻ വാങ്ങുക. ഇതൊക്കെ കൃത്യമായി കൊടുത്തു പോകുന്നതല്ലേ? കേന്ദ്രം നമ്മുടെ നേരെ സാമ്പത്തിക ഞെരുക്കം അടിച്ചേൽപ്പിച്ചത് കൊണ്ടല്ലേ ഏതാനും മാസങ്ങൾ മുടങ്ങിപ്പോയത്. ഇപ്പൊ മുടങ്ങിയതും കൊടുക്കുക, എങ്ങനെങ്കിലും കൊടുക്കുക, മുഴുവൻ കൊടുത്തു തീർക്കാൻ തന്നെ ഗവൺമെന്റിന്റെ തീരുമാനം. ഈ നിലയിൽ പോകുന്ന ഈ സർക്കാരിനെതിരായി എന്ത് അപവാദവും പറയാമെന്ന നിലയിലേക്ക് തരം താണു പോയിരിക്കുന്നു കോൺഗ്രസ്. നിങ്ങൾ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികളുമായി കൂട്ടുചേർന്ന് അവിഹിതമായ ബന്ധമുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ തകർക്കാൻ നടക്കുന്ന നീക്കത്തെ കേരള ജനങ്ങൾ പരാജയപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി ആരെന്തെല്ലാം നുണ പറഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇത്തരം തീവ്ര വർഗീയ ശക്തികളെ കേരളം അംഗീകരിക്കില്ല. നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണ്. മതസൗഹാർദ്ദത്തിന്റെ അടിയുറച്ച കേന്ദ്രമാണ്. നമ്മൾ ക്രിസ്തുമസ് വന്നാൽ, ഓണം വന്നാൽ, പെരുന്നാൾ വന്നാൽ പരസ്പരം ആ ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്ന മനുഷ്യരാണ് കേരളത്തിലേത്. പാലക്കാട് ചിറ്റൂരിൽ തത്തമംഗലം എന്ന സ്ഥലത്ത് ഒരു UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനൊരുക്കിയ അലങ്കാരങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്താന്ന് പറഞ്ഞ RSSകാർ ചെന്ന് അടിച്ചു പൊളിച്ചു. ഇന്ന് വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപൂർവ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ അക്രമങ്ങൾ ഉണ്ടാക്കാൻ RSS ശ്രമിക്കുന്നു. എന്നാൽ കേരളത്തിൽ ആകെ അങ്ങനെയല്ല. വടക്കേ ഇന്ത്യ ചെന്നാൽ അങ്ങനെയല്ല. പശുവിനെ കൊണ്ടുപോകാൻ പാടില്ല. കച്ചവടം ചെയ്ത് കൊണ്ടുപോകുന്ന പശുവിൻ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ആരോപിച്ച് കച്ചവടക്കാരെ വഴിയിൽ വെച്ച് പിടിച്ച് പരിശോധിച്ച് തല്ലിക്കൊല്ലുക. അങ്ങനെ എന്തെങ്കിലും സംഭവം കേരളത്തിലുണ്ടോ? ആ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ എന്ത് നുണ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. കേരളത്തിലെ ജനങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തീവ്ര വർഗീയവാദികളെ കൂട്ടി കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇത്തരത്തിലുള്ള അപകടകരമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. ഇന്ത്യ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള RSSന്റെയും BJPയുടെയും ശ്രമങ്ങൾക്കെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഒന്നിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്.
ആ രാഷ്ട്രീയമാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്താൻ നിങ്ങളോട് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അഭിവാദനങ്ങൾ.